മറ്റൊരാളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ അയാളുടെ സ്വഭാവത്തെപ്പറ്റി അല്ലെങ്കിൽ അയാളുടെ എന്തെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി നമ്മൾ അഭിപ്രായം പറയുന്നത്, ഇപ്പം പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയുടെ ഒരു കാലമാണ്. നമുക്ക് ആർക്കും ആരെ വേണേലും ചീത്ത വിളിക്കാൻ, അവരെ പറ്റി മോശം പറയാനുള്ളൊരു പ്ലാറ്റ്ഫോമാണ് ആയിട്ടാണ് ഒരുമാതിരിപ്പെട്ട എല്ലാവരും എന്നെ കാണുന്നത്. ഇത് എത്രത്തോളം ശരിയാണ്? നമ്മൾ പലപ്പോഴേ കാഴ്ചയിലും പെരുമാറ്റത്തിലുമാണ് ആൾക്കാരെ ജഡ്ജ് ചെയ്യണത്. അവരുടെ സംസാരമോ അവരുടെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ നമുക്കിഷ്ടമുള്ള പോലെ അങ്ങോട്ട് ജഡ്ജ് ചെയ്യണം. അവരുടെ സ്റ്റോറി നമ്മൾ മനസ്സിലാക്കാറില്ല. അവരെന്തുകൊണ്ട് അങ്ങനെ പെരുമാറുന്നു എന്നോ എന്തുകൊണ്ട് അങ്ങനെ സംസാരിക്കുന്നു എന്നോ അവരുടെ കഥ അറിയാതെയാണ് നമ്മൾ ഒരാളെ കയറിയിട്ട് വിലയിരുത്തുന്നത്. അതുകൊണ്ട് ഞാനൊരു കഥയിൽ തുടങ്ങാം. ഒരു ട്രെയിനിന്റെ കമ്പാർട്ട്മെന്റ്, അവിടെ ഒരു ന്യൂലി മാരീഡ് കപ്പിൾ ഇരിപ്പുണ്ട്. കാരണം അവരുടെ ബോഡി ലാംഗ്വേജിൽ മനസ്സിലാവും ഒരു ന്യൂലി മാരീഡ് കപ്പിളാണെന്നുള്ളത്. പെട്ടെന്ന് ആ കമ്പാർട്ട്മെന്റിലേക്ക് ഒരു അച്ഛനും മകനും കടന്നു വരുന്നു. അച്ഛനൊരു 55-60 വയസ്സുണ്ടാവും, മകനൊരു 24-25 വയസ്സുണ്ടാവും. ട്രെയിൻ ഇങ്ങനെ മൂവ് ചെയ്യാൻ തുടങ്ങേണ്ട താമസം ഈ മകൻ അങ്ങോട്ട് ജനലിന്റെ സൈഡിലേക്ക് അങ്ങോട്ട് ഒറ്റ ഓട്ടമാണ്. ഓടിയിട്ട് ഇങ്ങനെ ഭയങ്കര സന്തോഷത്തോടിട്ട് കുട്ടികളുണ്ടല്ലോ, കൊച്ചു കുട്ടികൾ ഇങ്ങനെ കാഴ്ചകൾ കാണുമല്ലോ, ആ ജനലിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോലത്തെ കാഴ്ചകൾ ഇങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ നോക്കുകയാണ്. അത് ഒരു 25 വയസ്സുകാരൻ നോക്കണ നോട്ടമല്ല, അതൊരു 4-5 വയസ്സുള്ള ഒരു കുട്ടി നോക്കണ നോട്ടമാണ് നോക്കണത്. അപ്പൊ ഇവന്റെ ഈ അമിത ആവേശം കാണുമ്പോൾ ഈ ദമ്പതിമാരിങ്ങനെ പരസ്പരം നോക്കും, ഇവൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളത്. കാരണം ഈ ആവേശം കാണുമ്പോഴേ പെട്ടെന്ന് മഴ പെയ്യാൻ തുടങ്ങുമ്പോൾ ജനലിലൂടെ പുറത്തേക്ക് കൈയിട്ടിട്ട് അച്ഛാ മഴ എന്ന് പറയും. അപ്പൊ അച്ഛനിങ്ങനെ നോക്കിയിട്ട് ചിരിക്കും. അത് കാണുമ്പോൾ ഇവർ രണ്ടുപേരും ഈ കപ്പിൾസ് ഇങ്ങനെ നോക്കും, എന്ത് പ്രശ്നമുണ്ടല്ലോ എന്നുള്ള രീതിയിൽ. കുറച്ച് കഴിയുമ്പോൾ പറയാൻ തുടങ്ങി, ഇതേ മരങ്ങളൊക്കെ ഓടുന്ന കണ്ട അച്ഛാന്ന്. മരങ്ങളിങ്ങനെ പാസ് ചെയ്യുമ്പോൾ ഓടുന്ന പോലെ തോന്നുമല്ലോ, മരങ്ങൾ ഓടുന്ന കണ്ടില്ല, ഇതേ പാട അച്ഛാ, അതേ പുഴ അച്ഛാ, നോക്കിയച്ചാ പുഴ. ഇങ്ങനെ ഓരോ കാഴ്ചകളും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അച്ഛനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ 25-കാരൻ. ഇത് കാണുന്നതോടുകൂടിയിട്ട് അവര് ഉറപ്പിച്ച്, ഈ പുരുഷനും സ്ത്രീ ഉറപ്പിച്ച് ഇവനെന്തോ കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഇത്രയും എക്സൈറ്റഡ് ആവേണ്ട ഒരു ആവശ്യമില്ല, പ്രത്യേകിച്ച് ഒരു 25 വയസ്സുകാരൻ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവൻ പറഞ്ഞു, അച്ഛൻ ഞാനൊന്ന് ടോയ്ലറ്റിൽ പോകണമെന്നുണ്ട്. ടോയ്ലറ്റിലോട്ട് പോയപ്പോൾ അവനില്ലാത്ത ആ ഗ്യാപ്പിൽ ഇവര് അച്ഛനോട് ചോദിച്ചു, മകനാണോ അത്? അതേ മകനാണ്. മകന് ഓക്കെ അല്ലേ മകൻ? അപ്പോൾ ചോദിച്ചു, അതെന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, എന്തോ ഒരു ചെറിയ വ്യത്യാസം തോന്നി, എന്തോ ഒരു കുഴപ്പം പോലെ തോന്നി, അതുകൊണ്ടാണ്. അപ്പോൾ അച്ഛൻ പറയും, അവനിപ്പോൾ തൽക്കാലം അങ്ങനെ കുഴപ്പമൊന്നുമില്ല, പിന്നെ അവനൊരു കുഴപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരേക്കും എന്താണ് ആ കുഴപ്പം? അവനൊരു 6-7 വയസ്സുള്ളപ്പോൾ ഒരു ആക്സിഡന്റ് പറ്റി അവൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു. ഇവിടെ ഞങ്ങൾ വന്നത് ഒരു സർജറിക്കാണ്. അപ്പൊ സർജറി കഴിഞ്ഞ് അവന്റെ കാഴ്ച തിരിച്ചു കിട്ടി. അവനവന്റെ കാഴ്ച ആഘോഷിക്കുന്നതാണ് നിങ്ങൾ കണ്ടത്, അല്ലാതെ അവന് വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ കുട്ടി അവന്റെ കാഴ്ച ആഘോഷിക്കുന്നത് കാണുന്നത് നമുക്ക് അബ്നോർമലായിട്ട് തോന്നും, നമുക്ക് മാനസിക രോഗമുള്ള ഒരാളെ പോലെ തോന്നും. പലപ്പോഴും നമ്മൾ ഓരോ ആൾക്കാരെയും ജഡ്ജ് ചെയ്യണത് ഇങ്ങനെയാണ്. ശരിയല്ലേ? സത്യമല്ലേ? ജ്യോതിഷമോ വാസ്തുവോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.